Today we are going to learn when to use there is and there are. അതായത് there is എങ്ങനെയാണ് വെക്കുക, there are എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. there is, there are എന്നൊക്കെ പറഞ്ഞാലേ മീനിങ് സംതിങ് എക്സിസ്റ്റ് എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴാണ് there is അല്ലെങ്കിൽ there are വെക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് there isനെ കുറിച്ച് പഠിക്കാം. there is നമ്മളൊരു സിംഗുലർ നൗണിന്റെ കൂടെ വെക്കുക. പിന്നെ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ, അതായത് ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾ, അതാണ് അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ. വാട്ടർ, മിൽക്ക്, ഇതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കളെ കുറിച്ച് നമുക്ക് പറയുമ്പോഴാണ് there is. മനസ്സിലായില്ലേ? സോ ഒരു എക്സാമ്പിൾ നോക്കാം. മേശയുടെ മുകളിൽ, മേശപ്പുറത്തൊരു പേനയുണ്ട്. ഇങ്ങനെ പറയാ, ഒരു പേനയല്ലേ? അപ്പൊ എങ്ങനെ പറയും? there is a pen on the table. there is a pen on the table. മേശയുടെ മുകളിൽ ഒരു പേനയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. സ്കൂളിന്റെ അടുത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. there is a bus stop near the school. there is a bus stop near the school. ഓക്കെ, ഇനി എൻ്റെ വീടിന്റെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ട്. there is a shop near my house. there is a shop near my house. അപ്പൊ there is എപ്പോഴാ വെക്കാന്ന് മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു വസ്തു ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ എന്ത് വെക്കുക? there is വെക്കുക. ഓക്കെ, നെക്സ്റ്റ് there are. there are എന്ന് പറഞ്ഞാൽ ഒരുപാട് വസ്തുക്കളെ കുറിച്ച്, ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് എന്ത് വെക്കുക? there are. there are. നോക്കാം നമുക്കൊരു എക്സാമ്പിൾ. ആ ബാഗിൽ കുറേ ബുക്കുണ്ട്, ധാരാളം ബുക്കുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതലാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ പറയാം, there are many books in the bag. there are many books in the bag. ബാഗിൽ കുറേ ബുക്കുകളുണ്ട്. ഓക്കെ, നമുക്കിനി വേറെ എക്സാമ്പിൾ നോക്കാം. there are many students in the class. ആ ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇങ്ങനെ പറയാം, there are many students in the class. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ആ വീട്ടിൽ 5 റൂമുകളുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ? എങ്ങനെ പറയാ? there are 5 rooms in the house. there are 5 rooms in the house. ഓക്കെ, ഇനി നമുക്കിത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിക്കാം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ ഈസ് ആർ അത് ഫസ്റ്റ് വെച്ചു കൊടുക്കുക, ബാക്കി സെന്റൻസ് അതുപോലെ അങ്ങ് എഴുതാം. അപ്പൊ ക്വസ്റ്റ്യൻ ആയി. അപ്പൊ നമുക്ക് നോക്കാം. ഇതേ സെന്റൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ മേശപ്പുറത്ത് ഒരു പേനയുണ്ടോ? എങ്ങനെ ചോദിക്കുക? ഈസ് there a pen on the table? ഈസ് there a pen on the table? ആ മേശപ്പുറത്തൊരു പേനയുണ്ടോ? ആ ബാഗിൽ കുറെ ബുക്ക് ഉണ്ടോ? are there many books in the bag? are there many books in the bag? സ്കൂളിന്റെ അടുത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടോ? ബസ് സ്റ്റോപ്പ് ഉണ്ടോ? സ്കൂളിന്റെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ? എങ്ങനെ ചോദിക്കുക? ഈസ് there a bus stop near the school? ഈസ് there a bus stop near the school? മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വയ്ക്കുക. ഒന്നുകിൽ സെന്റൻസ് ബേസ് ആണെങ്കിൽ അത് ഫസ്റ്റ് വയ്ക്കുക, ആറാണെങ്കിൽ ആർ ഫസ്റ്റ് വെച്ച് ചോദിക്കുക. ഓക്കെ, അപ്പോൾ if it's the first time you watch my video, please don't forget to subscribe, like and share my channel. Thanks for watching.